എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ അതുപോലെ ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിളയ്ക്കുമ്പോൾ അരി അടുപ്പത്തിട്ട് തിളപ്പിച്ചിറക്കി വയ്ക്കാം. നമ്മുടെ ചോറിൻ്റെ അരി ഞാൻ രാത്രി തന്നെ തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വയ്ക്കുകയാണ്. കാരണം ആകുമ്പോൾ ചോറ് കെട്ടണം. അതുകൊണ്ട് നേരത്തെ തന്നെ റെഡിയാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ അത് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റൗ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ റൈസ് കുക്കർ ഞാൻ ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറിറക്കി വെച്ച് കൊടുക്കാം. ചോറിറക്കി വെച്ച് കൊടുത്ത് നമുക്ക് റൈസ് കുക്കർ അടച്ചു കൊടുക്കാം. അപ്പോൾ അരി ഇന്നലെ രാത്രി തന്നെ ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നു. അത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കും. ചോറ് കൂടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മെഴുക്ക് വരട്ടാനായിട്ട് എടുത്തിട്ടുള്ളത് കോവയ്ക്കയാണ്. അപ്പോൾ കോവയ്ക്ക ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറ് കൂടെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചോറ് കൂടെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ദോശക്കല്ലിവിടെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. ദോശ ഇതേപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ദോശ ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ എല്ലാം ചുട്ടെടുത്ത് വെക്കാം. ദോശ ഇവിടെ വളരെ ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കരിവേപ്പില ഇവിടെ കൊടുക്കാം. അപ്പോൾ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. സ്റ്റൗ ഒന്ന് ഓഫ്. അപ്പോൾ ദോശ ചുട്ട് തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് അപ്പോൾ ഇത് അടച്ചു വെച്ചു. ചോറ് ഞാൻ ചമ്മന്തി അരയ്ക്കണം. അപ്പം ഞാനിവിടെ ചൂര മീനാണ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു ചായ കുടിക്കാം. ചായ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മീൻ വറുക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. മീൻ വറുക്കാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീനിവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി നമുക്കിത് മീൻ പറക്കിയിട്ട് കൊടുക്കാം. കറിവേപ്പില ഇതിലെ കൂടെ തന്നെ ഇട്ട് പുരട്ടി വെച്ചായിരുന്നു. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെക്കാം. അപ്പോൾ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചമ്മന്തി ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കാപ്പിക്ക് ദോശ, ചമ്മന്തി, ഉഴുന്നുപൊടി ചമ്മന്തി, കട്ടൻ കാപ്പി, ഇതാണ് നമ്മുടെ ഇന്നത്തെ കാപ്പി. അപ്പോൾ ചോറ് പൊതിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് മീൻ വറുത്തതും കൂടെ വെച്ച് കൊടുക്കാം. മീൻ വറുത്തതും കൂടെ വെച്ചു. അപ്പോൾ ഇന്ന് ചമ്മന്തി, കോവയ്ക്ക മെഴുക്ക് വരട്ടി, അച്ചാറ്, മീൻ വറുത്തത്. അപ്പോൾ ഇന്ന് നൊത്തോലി മീനാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ മീൻ കറിക്ക് ഞാൻ നൊത്തോലിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ചട്ടിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങക്കായ്, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ അതും കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ
കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നൊത്തോലിയും കൂടെ ഇട്ട് കൊടുക്കാം. നൊത്തോലിക്ക് അധികം വേവില്ല, അതുകൊണ്ട് വെള്ളം കുറച്ച് വയ്ക്കണത്. അപ്പോൾ അടുപ്പ് എത്തിച്ച് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. മീൻ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിന്ന് മത്തങ്ങ പുളിശ്ശേരിയാണ് വയ്ക്കുന്നത്. അതിലേക്ക് ഒരു പീസ് മത്തങ്ങ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കണം. മത്തങ്ങ ഞാൻ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളകും കൂടെ കീറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ച് അടുപ്പത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്കുള്ള കഷ്ണമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. ഇതിലേക്കുള്ള മത്തങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തൻ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ പച്ചമുളകും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തു. മത്തങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. അടുപ്പത്തു നിന്ന് ഇറക്കി വയ്ക്കാം. ഒന്ന് തണുത്തിട്ട് ഇതിൽ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയ കടായി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒന്ന് ചൂടായിട്ട് നമുക്കൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടായി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് കറിവേപ്പില ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ താളിച്ച് ഒഴിച്ച്. അപ്പോൾ നമ്മുടെ മത്തങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൽ താളിച്ചപ്പോൾ ഇട്ട് കൊടുത്തില്ല, കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കറികളെല്ലാം റെഡിയായി. ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുളിശ്ശേരി, മത്തങ്ങ പുളിശ്ശേരിയാണ്, അത് റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്ക് റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.